ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും നാടുഭരിച്ച കാലത്ത് കൊച്ചി നഗരത്തിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ വലിയ നഷ്ടമാണ് കൊച്ചിക്ക് സംഭവിച്ചത്. ആ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്ക് ഫോർട്ട് കൊച്ചിയിലൊരു സ്മാരകശിലയുണ്ട്. അതൊന്ന് കണ്ടുവരാം. ഈ ചരിത്രത്തിൽ വിളിക്കുന്നത് ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ബ്രിട്ടീഷുകാർ വലിയ ദുരന്തം ഉണ്ടായിട്ടും കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നുള്ള വിമർശനം അതിനകത്തുണ്ട്. ജനുവരി 4 അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് ഫോർട്ട് കൊച്ചിക്കും മട്ടാഞ്ചേരിക്കുമിടയിൽ നങ്കൂരമിട്ട ചന്ദ്രഭാനു കപ്പലിൽ നിന്ന് തീയും പുകയും ഉയർന്നു. പരിഭ്രാന്തരായ ജനം കയർ പൊട്ടിച്ചു കപ്പൽ അകലേക്ക് തള്ളിവിട്ടു. പക്ഷേ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് പായക്കപ്പൽ തീരത്തേക്കടുത്തു. ഫോർട്ട് കൊച്ചി തീരത്തുള്ള ഓലമേഞ്ഞ 300ഓളം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും കത്തിയമർന്നു. കൽവത്തി പള്ളിയിലും ആസ്പിൻ വാളിലുമാണ് നാട്ടുകാർ അഭയം തേടിയത്. എങ്ങനെയാണ് ഈ തീ ഉണ്ടായത് എന്നതിനെക്കുറിച്ചിട്ട് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. ചന്ദ്രഭാനു എന്ന് പറയുന്നൊരു കപ്പലിലാണ്, ഒരു ഇന്ത്യൻ കപ്പലായിരുന്നു. ആ കപ്പൽ തീരത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ കപ്പൽ എന്തുകൊണ്ട് അവിടെ കെട്ടിയിട്ടു എന്ന് പരിശോധിക്കുമ്പോൾ അന്ന് ആ കാലത്തുണ്ടായിരുന്ന ഒരു നിയമപ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് കപ്പൽ അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടത്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കൊച്ചിക്ക് ഒരു വലിയ കപ്പൽ നിർമ്മാണ പാരമ്പര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മരക്കപ്പലുകളുടെ, പായ്ക്കപ്പലുകളുടെയും മരക്കപ്പലുകളുടെയൊക്കെ ഒരു വലിയ നിർമ്മാണ കേന്ദ്രമായിരുന്നു. ലോകത്തിന് അറിയപ്പെടുന്ന ഒരു നിർമ്മാണ കേന്ദ്രമായിരുന്നു കൊച്ചി. അപ്പം അങ്ങനെ കൊച്ചിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കപ്പലുകൾ അല്ലെങ്കിൽ ബോട്ടുകൾ, അവയുടെ നിർമ്മാണത്തെ നിരുത്സാഹപ്പെടുത്താൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ചില നിയമങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ കടലിൽ അല്ലെങ്കിൽ കായലിൽ ഇറക്കി പ്രവർത്തിപ്പിക്കാനാകാത്ത വിധത്തിൽ ഈ ചന്ദ്രഭാനു എന്ന് പറഞ്ഞ കപ്പൽ അവിടെ കെട്ടിയിട്ടത്. അതിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അത് പിന്നീട് വലിയൊരു തീപിടുത്തമായിട്ട് മാറുകയാണ് ചെയ്തത്. ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ എന്നാണ് ബ്രിട്ടീഷുകാർ തീപിടുത്തത്തെ വിശേഷിപ്പിച്ചത്. തീപിടുത്തം കെടുത്താൻ ആഴ്ചകൾ വേണ്ടിവന്നു. വലിയ തീപിടുത്തമുണ്ടായിട്ടും ബ്രിട്ടീഷുകാർ കാര്യമായി പ്രവർത്തിച്ചില്ലെന്ന് കൊച്ചിൻ ആർഗസ് എന്ന ഇംഗ്ലീഷ് പത്രം വിമർശിച്ചു. തീപിടുത്തത്തിന്റെ സ്മാരകമായി ബ്രിട്ടീഷുകാർ ഒരു തൂൺ സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റു തകർന്നിരുന്ന പോർച്ചുഗീസ് പള്ളിയായ സാന്റാക്രൂസ് ബസലിക്കയിലെ തൂൺ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ വാസ്കോഡ ഗാമ സ്ക്വയറിന് സമീപം ചരിത്രത്തെ ഓർമ്മിപ്പിച്ച് ഇന്നും കരിങ്കൽ തൂൺ നിലകൊള്ളുന്നു. കൊച്ചിയുടെ ചരിത്രത്തിൽ ഒരു വലിയ ദുരന്തത്തെ പ്രതിനിധീകരിക്കുന്ന തൂണാണിത്. കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന കൊച്ചിൻ ആർഗസ് എന്ന് പറയുന്നൊരു പത്രം, എൻ്റെ മുതലാളി ബ്രിട്ടീഷുകാരനായിരുന്നു. ആ ഇംഗ്ലീഷ് പത്രം, ആ പത്രത്തിൽ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ബ്രിട്ടീഷുകാർ ഈ വലിയ ദുരന്തം ഉണ്ടായിട്ടും കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നുള്ള വിമർശനം അതിനകത്തുണ്ട്. എന്തായാലും ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ, അതിനെ സ്മരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ തൊട്ടടുത്ത വർഷം ഒരു സ്മാരകം അവിടെ ഒന്ന് വെച്ചു. അതാണ് ഈ തൂണ്. എന്റെ പിറകിൽ കാണുന്നത് വെറുമൊരു കരിങ്കൽ സ്തൂപമല്ല, കേരളത്തെയാകെ വിറപ്പിച്ച ഒരു തീപിടുത്തത്തിന്റെ സ്മാരകമാണ്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ PT മുഹമ്മദ് ജസീം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.